നമസ്കാരം. ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് നടത്തിയൊരു പ്രഖ്യാപനത്തിൽ അമേരിക്ക തങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ച് അമേരിക്ക തങ്ങൾ ആക്രമിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇതൊരു അസാധ്യമായ മുന്നറിയിപ്പാണ് എന്നാണ് പൊതുവെ അന്ന് എല്ലാവരും കരുതിയിരുന്നത്. ഇറാനിൽ നിന്ന് എങ്ങനെയാണ് അമേരിക്കയെ ആക്രമിക്കാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ഇറാൻ നിരന്തരമായി ആക്രമിക്കാനും ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു പുതിയ മുന്നറിയിപ്പ് വരുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ശരിക്കും ഇറാന് വേണമെങ്കിൽ അമേരിക്കയെ അവിടെ എത്തി ആക്രമിക്കാൻ കഴിയും എന്നാണ് ഒരു വളരെ പ്രമുഖനായ ഒരു പ്രതിരോധ വിദഗ്ധൻ, അത് അമേരിക്കക്കാരനായ പ്രതിരോധ വിദഗ്ധൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ബ്രൈറ്റ് വെലിക്കോവിച്ച് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം അമേരിക്കയിലെ അറിയപ്പെടുന്ന പ്രതിരോധ വിദഗ്ധനും ഡ്രോൺ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയുമാണ്. അദ്ദേഹം പറയുന്നത് ഇറാന് വേണമെങ്കിൽ അമേരിക്കയിലേക്ക് ഡ്രോണുകൾ അയച്ച് ആക്രമണം നടത്താൻ കഴിയുമെന്നാണ്. ഇറാൻ്റെ ഡ്രോണുകൾ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. ലോകത്ത് ഏറ്റവും അധികം ഡ്രോണുകൾ നിർമ്മിക്കുന്ന രാജ്യവും ഇറാനാണ്. അവരുടെ കൈവശം ഡ്രോണുകളുടെ വൻ ശേഖരം തന്നെയാണുള്ളത്. ഈ ഡ്രോണുകൾ കൂട്ടത്തോടു കൂടി അമേരിക്കയിലെത്തി അവിടെ ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് ഇപ്പോൾ ഈ പ്രതിരോധൻ പറയുന്നത്. ഈ ഡ്രോണുകൾ താഴ്ന്ന് പറക്കുന്നതാണ്. മാത്രമല്ല ഇവ വളരെ മന്ദഗതിയിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ റഡാറുകളുടെ കണ്ണിൽ ഇത് പെടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അഥവാ റഡാറുകളുടെ കണ്ണിൽ ഇവ പെട്ടാൽ പോലും അവർ അത് നിസ്സാരമായി തള്ളിക്കളയുകയുള്ളൂ. കാരണം ബാലിസ്റ്റിക് മിസൈലുകൾ പോലെയുള്ളവ നിരീക്ഷിക്കാനായി ഉപയോഗിക്കുന്ന റഡാറുകൾക്ക് ഈ ചെറിയ വസ്തുക്കൾ കണ്ടാൽ അതെന്തോ പറന്നു പോകുന്ന സാധനമാണെന്ന് കരുതി അതിന് വലിയ പ്രാധാന്യം അവർ കൊടുക്കില്ല. മാത്രമല്ല ഇത് ഏതോ ചെറിയ ഡ്രോണാണ് എന്നായിരിക്കും അവർ കരുതുന്നതെന്നാണ് ഇപ്പോൾ ഈ വെലിക്കോവിച്ച് പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ഈ മുന്നറിയിപ്പ്. എന്നാൽ വൈറ്റ് ഹൗസിലെ പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് ഉൾപ്പെടെയുള്ളവർ ഈ വാർത്ത തള്ളിക്കളയുകയായിരുന്നു. ഇത് ഒരു തട്ടിപ്പ് വാർത്തയാണ് എന്നും ഇങ്ങനെ ഒരു തരത്തിലുമുള്ള വിവരം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുമാണ് അവർ വെളിപ്പെടുത്തിയത്. പക്ഷേ പിന്നീട് പല മാധ്യമങ്ങളും വെളിപ്പെടുത്തിയ ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇങ്ങനൊരു മുന്നറിയിപ്പ് അമേരിക്കൻ സർക്കാരിന് ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ അതെങ്ങനെയോ ആ വാർത്ത ചോർന്ന് പുറത്തു പോയതാണ് എന്നാണ്. ഏതായാലും കാലിഫോർണിയ പോലെയുള്ള വളരെ ജനസാന്ദ്രതയുള്ള ഒരുപാട് വ്യവസായങ്ങളൊക്കെ ഉള്ള ഒരു നഗരത്തിലേക്ക് കൂട്ടത്തോടുകൂടി ഇറാൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ അയച്ച് അവിടെ ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ അത് വലിയ തോതിലുള്ള നാശമുണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അമേരിക്കയിൽ പണ്ട് തീവ്രവാദ സംഘടനകൾ നടത്തിയ ആക്രമണം ഇപ്പോഴും പലരുടെയും ഓർമ്മകളിലുണ്ട്. അതുപോലെ അപ്രതീക്ഷിതമായ ഏതെങ്കിലും നീക്കത്തിലൂടെ ഇറാൻ അമേരിക്കയെ ആക്രമിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നതിലൂടെ വ്യക്തമാകുന്നത്. ഇറാൻ്റെ കൈവശമുള്ള ഡ്രോണുകൾ ചെയ്യാറുള്ളത് ഇവ എവിടെയാണോ ആക്രമണം ലക്ഷ്യസ്ഥാനം അവിടേക്ക് ഇടിച്ചു കയറി പൊട്ടിത്തെറിക്കുന്നതാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ദുരന്തം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ ഉള്ള ഒരു പ്രതിസന്ധി ഒരു 30,000 രൂപ മുടക്കുമുതൽ ആവശ്യമായ ഒരു ഡ്രോണിനെ തകർക്കാൻ, ഇറാൻ്റെ ഡ്രോണിനെ തകർക്കാൻ 40 ലക്ഷത്തോളം രൂപ വില വരുന്ന പ്രതിരോധ സംവിധാനം ഉപയോഗിക്കേണ്ടി വരുമെന്നാണ്. കാരണം ഒരു തവണ അവിടുത്തെ മിസൈൽ പ്രതിരോധ സംവിധാനം, മിസൈലാണെങ്കിലും ഡ്രോൺ ആണെങ്കിലും ഒക്കെ തന്നെ ഒരു തവണ എത്തുന്ന ഡ്രോണിനെയോ മിസൈലിനോ തകർക്കാൻ ആവശ്യമായ പണച്ചെലവെന്ന് പറയുന്നത് $40 ലക്ഷം. 30,000 രൂപ മുടക്കി നിർമ്മിക്കുന്ന ഒരു ഡ്രോണിനെ 40 ലക്ഷം രൂപ മുടക്കി തകർക്കുക എന്ന് പറയുന്നത് തന്നെ ഏത് രാജ്യത്തെ സംബന്ധിച്ചും അത് വലിയ നഷ്ടക്കച്ചവടം തന്നെയാണ്. പക്ഷേ ഇവർ ഇത്തരത്തിൽ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ തടയാതിരിക്കാനും കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇറാൻ്റെ പ്രതിരോധ ശേഷി ഇപ്പോൾ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ അതിന് മുതിരുകയില്ല എന്നാണ് പൊതുവെ പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അമേരിക്കയിലേക്ക് ഇറാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയാൽ ഇറാനിലെ 100 കണക്കിന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് വ്യോമാക്രമണം നടത്തിയാൽ അതിനെ തടയാനുള്ള യാതൊരു സംവിധാനവും ഇറാനില്ല എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു ഭീതിയിൽ അവർ ഇതിന് തയ്യാറാവുകയില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇറാനാണ് പ്രവചനാതീതമായ ഒരു രാജ്യമാണ്. ചൈനയെ പോലെ തന്നെയാണ് പലപ്പോഴും ഇറാനും. അവർ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വിരുദ്ധമായ രീതിയിലായിരിക്കും പലപ്പോഴും പെരുമാറാറുള്ളത്. കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ചില ചൈനീസ് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇവ ചാരപ്പണിക്ക് വന്നതാണ് എന്നാണ് അന്ന് വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇക്കാര്യം അമേരിക്ക സ്ഥിരീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് നടത്തുന്നത്. അതിനായി അവർ എന്തും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് ഉള്ളതായി പറയപ്പെടുന്നത്. ഏതായാലും അമേരിക്കക്കാർ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്.